കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യവേ വഴിയിൽ വെച്ച് എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനിടയായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കാണാറുള്ള ആ ബാറില്ലേ, അതിന് മുന്നിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തേ? അദ്ദേഹം പറഞ്ഞു, ഔലിയാക്കൾ ക്യൂവിൽ കിടക്കുന്നത് കാണാമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ബിവറേജിന് മുമ്പിൽ ഔലിയാക്കൾ ക്യൂവിലോ? ഒരല്പം സ്പീഡിൽ ബൈക്ക് ഓടിച്ചു. ഞാൻ അവിടെ ശ്രദ്ധിച്ചു. നോക്കുമ്പോൾ മുഹീദ്ദീൻ ഷേഖ്, റിഫായി തങ്ങൾ, കറുത്ത തങ്ങൾ, പച്ച തങ്ങൾ, അതുപോലെ ആറ്റാങ്കരത്തായി, ഇവരൊക്കെ ക്യൂവിലാണ്. നിങ്ങൾ ഓർക്കും ഇതെന്ത് മണ്ടത്തരമായി പറയുന്നത്? മറ്റൊന്നുമല്ല, ഈ മഹാന്മാരായ ഔലിയാക്കളുടെ പേരുകൾ പതിപ്പിച്ച ഓട്ടോറിക്ഷകൾ അതിനു മുന്നിൽ കിടക്കുന്ന കാഴ്ചയായിരുന്നു അത്. നമ്മുടെ റോഡുകളിൽ മഹാന്മാരായ ഔലിയാക്കളുടെ പേരുകൾ എഴുതപ്പെട്ട വാഹനങ്ങൾ കാണാറുണ്ട്. അത് അവരോടുള്ള സ്നേഹമാണ് സൂചിപ്പിക്കുന്നത്. നാം ആദരിക്കുന്ന മഹത്തുക്കളുടെ പേരുകൾ എഴുതപ്പെട്ട വാഹനങ്ങൾ തീർച്ചയായും അതിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ കൂടി നാം ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, മദ്യപാനം പോലുള്ള തിന്മകൾക്കെതിരെ പോരാടിയ ഇത്തരം മഹാന്മാരുടെ പേരുകൾ എഴുതപ്പെട്ട വാഹനങ്ങൾ മദ്യശാലകൾക്ക് മുമ്പിൽ തന്നെ പാർക്ക് ചെയ്യുന്നത് കാണാൻ ഇടവരുമ്പോൾ വിശ്വാസികൾക്കുണ്ടാകുന്ന വേദന ചെറുതൊന്നുമല്ല. പലപ്പോഴും ബോധപൂർവമായിരിക്കില്ല ഡ്രൈവർമാർ ഇത്തരം സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്നത്. ഓട്ടം കിട്ടാനോ അല്ലെങ്കിൽ ഓട്ടം വന്നതോ ഒക്കെ ആയിരിക്കാം. എങ്കിലും കുറച്ച് അകലങ്ങളിൽ മാറ്റി പാർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് വളരെ സ്നേഹത്തോടെ വിശ്വാസികളായ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് വളരെ വിനയപുരസ്സരം അപേക്ഷിക്കുകയാണ്.